ഹായ്, ഇന്ന് സ്പൈസി ആയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധാരണ കോഴി നിറച്ചതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും സ്റ്റഫ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിറച്ച കോഴി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു എഗ് റോസ്റ്റ് വെച്ചിട്ട് സ്റ്റഫ് ചെയ്താൽ മതി. ബാക്കി പ്രൊസീജിയറൊക്കെ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി, ഉപ്പ്, ഇതിൻ്റെ അളവ് ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ പറയാം കേട്ടോ. പിന്നെ ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും റിഫൈൻഡ് ഓയിലും വേണം. അപ്പോൾ ആദ്യം ഈ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം. മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാനാണ്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം ചിക്കൻ്റെ. ഇതിപ്പോൾ ഒരു 600 ഗ്രാമിൻ്റെ ചിക്കനാണ്. ഒരുപാട് വലിയ ചിക്കൻ ഇതിന് നല്ലതല്ല. ഫുൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ആകുമ്പം എരിവ് കുറച്ച് കുറവായിരിക്കുമല്ലോ, അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂണെങ്കിലും എടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ഗ്ലാസ് വെള്ളം. ഈ ചിക്കൻ വേവാൻ 1 ഗ്ലാസ് വെള്ളം മതി. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങുമല്ലോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടിയിൽ ഇട്ടതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാല ഒന്ന് പുരണ്ടിരിക്കാനാണ്. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. അടുത്ത ഒരു 5 മിനിറ്റ് തിരിച്ചും മറിച്ചുവിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഇതിൻ്റെ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വല്ലാതെ പറ്റിച്ചെടുക്കരുത്. അതുകൊണ്ടാണ് പിന്നെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്യണമെന്ന് പറയണത്. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം എണ്ണയിൽ ഇടണ്ട. ഒരു 5 മിനിറ്റ് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇതാ ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ എണ്ണയിൽ നിന്ന് കോരാം. ഇത് കോരി മാറ്റിയതിന് ശേഷം ഈ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എണ്ണയിലോട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രയും എണ്ണ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ അധികം വേണം. ഇതിപ്പോൾ ഒരു 1.5 കപ്പോളം ചെറിയുള്ളി മുറിച്ചതാണ്. ഈ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് വഴറ്റിയല്ല എടുക്കേണ്ടത്. നമ്മൾ ബിരിയാണിക്കൊക്കെ വേണ്ടി ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ലോണം എണ്ണ വേണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാ ഗ്രേവിക്കൊക്കെ നല്ലൊരു വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റും കൂടി വരുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. നമുക്കിത് ഈ ഉള്ളി ഫ്രൈ ആയതിന് ശേഷം ബാക്കി വരുന്ന എണ്ണ നമുക്ക് ആവശ്യത്തിന് മാത്രം പാനിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് ഊറ്റിക്കളയാവുന്നതാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു മൊരിഞ്ഞ ഒരു കൺസിസ്റ്റൻസി ആവണം ഉള്ളിക്ക്. ഇപ്പോൾ 2 മിനിറ്റിനുള്ളിൽ തന്നെ അങ്ങനെ ആയി കിട്ടും. ഉള്ളി നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞ് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണ നമുക്ക് ആവശ്യത്തിനുള്ള അതിൽ വെച്ചിട്ട് ബാക്കിയുള്ള എണ്ണ കോരിക്കളയാം. അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതിയോളം എണ്ണ ഞാൻ കോരിക്കളയുന്നുണ്ട്. ഇനി ഇത്ര എണ്ണ ഇതിൽ നിന്നോട്ടെ. ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. തക്കാളിയൊക്കെ കാണാതാവുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി,
ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിപ്പിച്ചപ്പോൾ ഇട്ട മസാല നോക്കിയിട്ട് നിങ്ങൾക്ക് എരിവ് അത് തന്നെ മതി എന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട സ്റ്റെപ്പ് ഒഴിവാക്കുക. ഇനി ഒന്ന് തിള വരുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ്റെ ഗ്രേവി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഗ്രേവി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രേവി ഈ ചിക്കൻ്റെ പുറത്തോട്ടും ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് കോരി ഒഴിച്ചു കൊടുത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലോണം വറ്റി ഈ ചിക്കനിലൊക്കെ പരണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 2 പച്ചമുളക് കൂടി ഇതിലിട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക.